ഇപ്പൊ ഹെയിൻ മരിക്കുന്ന അറിഞ്ഞ ഉടനെ അവൻ ആ ഡിവോഴ്സ് പേപ്പർ എടുത്ത് മറച്ചു വെക്കും. ഹെയിന ഇനി നീല ഞാൻ എങ്ങനെ ജീവിക്കാൻ പോന്നെ എന്നിട്ട് അവന് വിഷമത്തിൽ കരയുന്ന ഒരു ആക്ടിങ് ചെയ്യുമ്പോഴാണ് ഇത് മനസ്സിലാക്കിയിട്ട് അവളും പറയും, എങ്കിൽ പിന്നെ മൈ ഡിയർ ഹസ്ബൻഡ് ഞാൻ മരിക്കുന്നത് അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ എങ്കിൽ പിന്നെ എന്റെ കൂടെ അങ്ങ് മരിച്ചൂടെ, നമുക്ക് ഒരുമിച്ച് ചാവാം എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് ഇത് കേട്ട് അവനങ്ങ് ഷോക്കാവും. എന്തുവാ നമുക്ക് ഒരുമിച്ച് മരിക്കാന്നോ? ആ ഞാൻ അങ്ങനെ പറഞ്ഞേ, കാരണം എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, പക്ഷെ എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ മരിക്കുന്നത് ഷേ എന്നിട്ട് ഇവന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് അവൾ അതിൽ നിന്ന് പിന്മാറത്തില്ല. ഇൻവു നിനക്ക് പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, അന്നൊക്കെ ഭാര്യ ഭർത്താവിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ പോലും രണ്ടുപേരും ചത്തിരിക്കണം, അങ്ങനെ ഒരു കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം, ഞാൻ മരിക്കുമ്പോ നീ മരിച്ചോ എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് ഇത് കേട്ട് അവനങ്ങ് ചിരിക്കും. ഓ നിനക്കിത് പണ്ടേ ഉള്ളതാ, എന്തോ സീരിയസ് ആയിട്ട് പറയുന്ന പോലെ നീ തമാശ അടിച്ചോണ്ടിരിക്കും, നിനക്കിത് ശീലമായിപ്പോ അല്ലേ എന്നിട്ട് അളിയൻ കൂളായിട്ടിരിക്കുമ്പോഴാണ് അവൾ സീരിയസ് ആയിട്ടാ പറഞ്ഞെന്ന് അവന് ദേഷ്യത്തിൽ നോക്കും. അതോടെ ഇൻവു മൊത്തത്തിൽ അങ്ങ് പേടിച്ചു പോകും. അപ്പോഴാണ് അവളും പേടിച്ചല്ല എങ്കിൽ പിന്നെ കുറെ അങ്ങ് ഓവറായിട്ട് അങ്ങ് ആക്ട് ചെയ്യാതെ, ഞാൻ മരിച്ച ഇയാള് മരിക്കുന്നു ഒന്ന് പോയ എന്നിട്ട് അവള് സൈഡിലേക്ക് ചെന്നിരിക്കുമ്പോഴാണ് ഇവന് പതി ഇങ്ങനെ ഞരങ്ങി അടുത്തേക്ക് വരും. എന്നാലും ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് 3 മാസം തന്നെയാണോ? അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് 3 മാസം ജീവിക്കാൻ പറ്റത്തുള്ളന്ന്, കാരണം അതാലോചിക്കുമ്പം എനിക്ക് വിഷമം വരുമോ എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് ഡോക്ടർ എന്തോ പറഞ്ഞെന്ന് ഇവനോട് എടുത്തു പറയും. അങ്ങനെ ഓഫീസ് വെച്ച് അവൾ ഇവനെ വിളിച്ചത് ഇവളുടെ ഹോസ്പിറ്റലിൽ വരാനാ, പക്ഷെ അവനപ്പം മൈൻഡും ചെയ്ത് കാണത്തില്ല. അങ്ങനെ ഇവളും ഡോക്ടറിനെ കാണുമ്പോഴാണ് ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് നടന്ന പല കാര്യങ്ങളും മറന്നു പോകാൻ സാധ്യത ഉണ്ടെന്ന് പറയും. എക്സാമ്പിളിൽ ഒരു മീറ്റിംഗ് അവൾ നടത്തുവാണ്, അവൾ ആ മീറ്റിംഗ് കുറെ സംസാരിച്ച് അവരെയൊക്കെ പറഞ്ഞു വിട്ട് കാണും, പക്ഷെ പിന്നീട് അങ്ങനെ ഒരു മീറ്റിംഗ് നടന്ന കാര്യം തന്നെ അവൾ മറന്നു പോകും. അങ്ങനെ അതിന്റെയൊക്കെ കാരണം ഇവൾക്ക് ക്ലൗഡ് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു റയർ ആയിട്ടുള്ള ഡിസീസാ. അങ്ങനെ ഡോക്ടർ അത് ഗുളിക കൊടുത്തൊന്നും ഗുണപ്പെടുത്താൻ സാധിക്കത്തില്ലെന്ന് പറയും. ഇത് കേട്ട് അവൾ ഷോക്കായിട്ട് എങ്കിൽ പിന്നെ സർജറിക്ക് അവൾ റെഡിയാന്ന് പറയുമ്പോഴാണ് ഡോക്ടർ ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞ് നൈസിനെ ഒഴിഞ്ഞു മാറും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് അവളും ദേഷ്യത്തി എങ്കിൽ പിന്നെ ഇവൾ മരിക്കാൻ എത്ര ദിവസം ഉണ്ടെന്ന് ആ ഡോക്ടറിനോട് ചോദിക്കും. അപ്പോഴാണ് അങ്ങേര് ഏകദേശം 3 മാസം വരെ ഇവൾ ജീവനോട് കാണത്തുള്ളെന്ന് പറയും. അങ്ങനെ ഈ കാര്യമൊക്കെ അവൾ അവനോട് പറഞ്ഞിട്ട് ആ ഡോക്ടർ പറഞ്ഞ ഞാൻ വിശ്വസിക്കുമെന്ന് ഇവളങ്ങ് ദേഷ്യത്തിരിക്കും. അപ്പോഴാണ് അവനും ഡോക്ടർമാർ ചുമ്മാ അതല്ല പഠിച്ച് പാസ്സായെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ ഇതൊന്നും അവളും കേൾക്കാതെ മറ്റുള്ളവരെ പോലെ ഇവള് ചുമ്മാ ഇരിക്കുമല്ല, ഡെയിലി വർക്കൗട്ടൊക്കെ ചെയ്ത് ഇവൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാ കഴിക്കുന്നതെന്ന് അറിയും. അങ്ങനെ ഇത്രയും സുരക്ഷയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു റെയർ ഡിസീസ് ഒക്കെ വരുമെന്ന് അവളും ദേഷ്യത്തിൽ ഓരോന്നൊക്കെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഒരു പക്ഷേ ഡോക്ടറിനെ തെറ്റിപ്പോയി കാണുമെന്ന് പറഞ്ഞ് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കും. അങ്ങനെ ഇവന് നാളെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ സമാനത്തിൽ കിടന്നുറങ്ങാൻ പറയുമ്പോഴാണ് അവളാണ് ഈ സിറ്റുവേഷനിൽ കിടന്നുറങ്ങാൻ പറ്റുമെന്ന് ഇവനെ ചോദ്യം ചെയ്യും. അവനാണ് ഇൻവും പാവത്തിനെ പോലെ സത്യം പറഞ്ഞ് ഇതാലോചിച്ച് എനിക്കും ഉറക്കം വരുത്തില്ലെന്ന് അവന്റെ ബെഡ്റൂമിൽ ചെന്ന് കിടക്കും. പക്ഷെ എന്നത്തെക്കാലം ഇന്നാളിന് നല്ല ഉറക്കുക. അങ്ങനെ അവന് പതി എഴുന്നേറ്റ് ഇനി തൊട്ട് സമാധാനത്തിൽ ജീവിക്കാന്ന് പറഞ്ഞ് അവൻ കണ്ണാടി നോക്കി ചിരിച്ചോണ്ടിരിക്കും. അവനാണ് ഇവന്റെ സന്തോഷമായിട്ടുള്ള ഫേസ് അവള് കണ്ട ഇനി മിക്കവാറും ചാവുമ്പോ ഇവനെയും കൂടെ കൊണ്ടുപോവന്ന് മനഃപൂർവ്വം വിഷമത്തിരിക്കുന്ന പോലെ അവന്റെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. അതിനുശേഷം അവൻ അവളെ കാണാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവളാണ് ഇതുവരെ ഉറക്കത്തിൽ എഴുന്നേറ്റ് കാണത്തില്ല. ഇതോടെ അവന് മൊത്തത്തിൽ പേടിച്ചു പോകും. ഒരു പക്ഷേ 3 മാസത്തിൽ മരിക്കേണ്ടി ഇവള് ഇപ്പൊ തന്നെ മരിച്ചു പോയെന്ന്. അങ്ങനെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി അവനും പതി അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവൾക്കൊരു അനക്കവും കാണത്തില്ല. അതോടെ അവനും നമുക്കിപ്പൊ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് അവളെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ കണ്ണുറന്നിക്കും. ഇത് കണ്ടതോടെ അവൻ എന്തായെന്നറിയാതെ അവളെ കിസ് ചെയ്തിട്ട് ഇത് നമ്മുടെ മോർണിംഗ് കിസ്സാന്ന് അവൻ പെട്ടെന്ന് ടോപ്പിക് ചേഞ്ച് ചെയ്യും. അപ്പോഴാണ് ഇത് കണ്ട അവളും ഓ ഇന്ന് മോർണിംഗ് കിസ് ഒക്കെ തരുന്നല്ലേ, അതിനർത്ഥം നീ നല്ല സന്തോഷത്തിലാന്ന് തോന്നുന്നു, നിന്റെ ഫേസ് ഒക്കെ നല്ലോണം ബ്രൈറ്റ് ആയി എന്ന് ഇവള് കണ്ടുപിടിക്കുമ്പോഴാണ് അവനും അയ്യോ എന്റെ ഫേസ് ബ്രൈറ്റ് ആയോ, ഇന്നലെ രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയതോലില്ല, നീ ഇന്നലെ പറഞ്ഞോർത്ത് ഞാൻ എത്ര വിഷമിക്കുമെന്നറിയോ, മനുഷ്യന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നിട്ട് അവന് വമ്പൻ ആക്ടിങ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവൻ അവളെ വിളിച്ചോണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് അവളാണ് ഈ അസുഖത്തിനെ കുറിച്ച് വേറെ ആരും അറിഞ്ഞോല്ലെന്ന് ഇവനെ വാൺ ചെയ്യും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഈ അസുഖത്തിനെ കുറിച്ച് അവളുടെ ഫാമിലിയുള്ള ആരും അറിയണ്ടേന്ന് അവൻ ചോദിച്ചു നോക്കുമ്പോഴാണ് ഇവളുടെ പാരന്റ്സ് ആൾക്കാർ അറിഞ്ഞാൽ തന്നെ അവൾ അപ്പം തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇവളുടെ കമ്പനിയും പൈസ എല്ലാം അവരടിച്ചു മാറ്റുന്ന പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ ഇവിടെ ജീവനോടുള്ളവരെ അതിനിവൾ സമ്മതിക്കത്തില്ലെന്ന് പറയും. ഇതൊക്കെ കേട്ട് അവനും മരിക്കുന്ന സമയത്ത് ഇവൾക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് അവൻ ചെറുതായിട്ട് നോട്ടം വിട്ടോണ്ടിരിക്കും. അതേസമയം ഇവിടെ അവളുടെ അനിയനാണ് ബിസിനസ് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് അവന്റെ അപ്പൂപ്പനോട് സോറി ചോദിക്കാൻ വേണ്ടി വരും. അങ്ങനെ ഇവന്റെ ഭാര്യ ആയിരിക്കും അദ്ദേഹത്തിനെ കണ്ട് പേടിച്ചൊന്നും മറക്കാതെ സത്യം പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ വേണ്ടി പറയും. പക്ഷെ ഇവനാണ് നല്ല പേടിയാ. അങ്ങനെ അവൻ അപ്പൂപ്പനെ കണ്ടിട്ട് നൈസിന് സോറി പറഞ്ഞിട്ട് പോവാന്ന് വിചാരിക്കുമ്പോഴാണ് അതിനുമുമ്പ് അവന്റെ അപ്പൂപ്പൻ ദേഷ്യപ്പെടും. ഇവന്റെ കമ്പനിയിൽ നിന്ന് കറക്റ്റ് ടാക്സ് അടയ്ക്കാനുള്ളതിന് 8 ബില്യൺ ഇവര് എക്സ്ട്രാ കൂട്ടി അടച്ചെന്ന്. അങ്ങനെ ഇത് ഇൻവു കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇത്ര ലോസ് വന്ന കാര്യം ഇദ്ദേഹം അറിഞ്ഞാണത്തില്ലെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് ഇവനോട് ദേഷ്യപ്പെടുമ്പോഴാണ് അപ്പൊ ഇവൻ ചെയ്ത ബിസിനസ് സെറ്റ് കാരണമല്ലേ അപ്പൂപ്പൻ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ഇവൻ തന്നെ ആ ബിസിനസിന്റെ പ്രശ്നം പറഞ്ഞോടെ രണ്ടും കൂടെ ചേർത്ത് അവന് കുറെ വഴക്കം കിട്ടും. അതോടെ അവൻ അപ്പൊ തന്നെ ബോധം കെട്ടങ്ങ് വീണു. അതിനേശം ഈ കാര്യം അറിഞ്ഞ അവന്റെ അമ്മ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴാണ് അവർ ഇവന്റെ അവസ്ഥ കണ്ടിട്ട് അപ്പൂപ്പനോട് കുറെ ദേഷ്യപ്പെടും. അപ്പനാണ് അനിയനും അവന്റെ അവസ്ഥയെ കാരണം ആ ഇൻവു പാര വെച്ചോണ്ടെന്ന് പറയും. അതോടെ അമ്മയും ദേഷ്യത്തി അവൻ അത്രയ്ക്ക് ധൈര്യമെന്ന് പറഞ്ഞ് അവനെ കാണാൻ വേണ്ടി തയ്യാറെടുക്കും. അതേസമയം അവനാണ് ഇവിടെ എയിനെ വിളിച്ചോണ്ട് ആശുപത്രിയിലേക്ക് വന്നേക്കുക. അങ്ങനെ ഡോക്ടറും ഇന്നലത്തെ അതേ
റിസൾട്ട് തന്നെ ഇപ്പോഴും കാണിക്കുന്നതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോഴാണ് ഇത് കേട്ട അവനും സത്യത്തിൽ 3 മാസത്തിൽ മരിക്കില്ലെന്ന് അറിയാൻ വേണ്ടി ആ ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കും. എന്നാലും ഡോക്ടർ, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല കറക്റ്റ് 3 മാസത്തിൽ മരിക്കുമെന്ന്. ഇനിയിപ്പോ ഏത് ഡേറ്റ് മരിക്കുമെന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞാൽ കൊള്ളായിരുന്നു. എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും ദേഷ്യത്തി നീ വേണതൊക്കെ ചോദിച്ചിട്ടോന്ന് പറഞ്ഞിട്ട് അവള് പുറത്തേക്ക് ചെന്ന് വെയിറ്റ് ചെയ്യും. കാരണം ഇവൾ എപ്പം മരിക്കുന്ന അറിഞ്ഞാല് അവൻ ഡിവോഴ്സ് വാങ്ങിക്കാതെ ഇവളുടെ ഫാമിലിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിനു വേണ്ടിയാ അവൻ ആവേശത്തോടെ ആ ഡോക്ടറിനോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. അതിനുശേഷം അവളും കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഇവളുടെ അമ്മ ഇൻവുനെ കാണാൻ വേണ്ടി ദേഷ്യത്തിൽ വരും. അങ്ങനെ ഇവളെ കണ്ടതോടെ ആ ഇൻവുൻ എന്തിന്റെ കഴപ്പാന്ന് പറഞ്ഞ് ഇവളോട് ചൂടാകും. അങ്ങനെ അനിയൻ ചെറിയ തെറ്റ് ചെയ്തെങ്കിൽ പോലും അത് അപ്പൂപ്പനോട് പറഞ്ഞ് ഇത്ര സീനാക്കാൻ കാരണം ഇനി ഇവളാണെന്ന് ചോദിക്കും. അതോടെ അവളും ദേഷ്യത്തി അവൾ ഇതിനേക്കാൾ ഒരു സീരിയസ് മാറ്ററില്ലാന്ന് പറയുമ്പോഴാണ് അമ്മ അതൊന്ന് മൈൻഡ് ചെയ്യാതെ ഇവളുടെ ഭർത്താവ് ചെയ്ത ആ തെറ്റ് കാരണം അവൻ ബോധം കെട്ട് ആശുപത്രി കിടക്കുവാന്ന് പറയും. അപ്പോഴാണ് ഹെയിനാണ് അവൾക്ക് സീരിയസ് ആയിട്ട് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോ അതെന്തുവാന്ന് അമ്മ അറിയണ്ടേന്ന് ചോദിക്കും. അപ്പൊ അമ്മയും എന്ത് പ്രശ്നമായാലും അത് ഇവളെ തന്നെ നോക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കേട്ട് അവൾ കുറെ ഹേട്ടാകും. അതേസമയം ഇവിടെ ഇൻവും അവന്റെ കൂട്ടുകാരനെ കണ്ട് പുറത്ത് സംസാരിക്കാൻ വേണ്ടി നിൽക്കും. കാരണം ഇവന്റെ ഡിവോഴ്സ് കേസ് ആരും തന്നെ ഏറ്റെടുക്കാത്തോണ്ട് അവസാനം റിസ്ക് ആയാലും കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി അവന്റെ ചങ്ക് ഇതിന് തയ്യാറാകും. പക്ഷെ അവനിപ്പോ ആ ഡിവോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം അവൾ ജീവനോടെ തന്നെ 3 മാസമേ കാണത്തുള്ളൂ. ഇതാലോചിച്ച് അവന് ഡിവോഴ്സ് ആണെന്ന് പറയുമ്പോഴാണ് കൂട്ടാനും ദേഷ്യത്തി നിന്റെ ഡിവോഴ്സ് കേസിനെ ആലോചിച്ച് ഞാൻ രാത്രി ഫുൾ ഉറങ്ങിയില്ലെന്ന് അവനാണ് പെട്ടെന്ന് ചൂടാകും. അപ്പോഴാണ് ഇൻവു ഇതെല്ലാം കണ്ടിട്ട് സത്യം ഇവനോട് മൊത്തം തുറന്നറിയാന്ന് അവനെ വിളിച്ചോണ്ട് പുറത്തേക്ക് ചെല്ലും. അങ്ങനെ അടുത്ത ആരിൽ നിന്ന് ഉറപ്പുവരുത്തി ഇവന് സീക്രട്ട് ആയിട്ട് അവന്റെ ചെവിയെ പറയും അവൾ ഇനി വെറും 3 മാസം ജീവനോട് കാണത്തുള്ളെന്ന്. അങ്ങനെ ഇത് കേട്ടതോടെ അവന്റെ കൂട്ടുകാരനും എടാ ഇൻവു ഞാനിപ്പോ സന്തോഷപ്പെടണോ അല്ല ദുഃഖപ്പെടണോ എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ നീ സന്തോഷത്തിലാന്നളിയാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും നിന്റെ ഫേസിൽ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നീ ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്റെ സന്തോഷം എന്റെ എക്സ്പ്രഷൻ വഴി കാണിക്കാം. എന്തായാലും അളിയാ അവൾ മരിക്കുവാണ് നിനക്ക് ലക്ക. പിന്നെ അവളുടെ പൈസയും കമ്പനി ഫുള്ളും നിനക്കുള്ളതല്ലേ. കൊച്ചുകളുള്ള ഗോൾ അടിച്ചല്ലേ. എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇൻവും ഒന്ന് പോടെ ഇറക്ക. അതിനെ കുറിച്ച് പറയണ്ട. കല്യാണത്തിന് മുമ്പേ തന്നെ അവൾ അഗ്രിമെന്റിലൊക്കെ സൈൻ ചെയ്ത് അവളുടെ സ്വത്തൊന്നും വേറെ ആർക്കും പോയി ചേരത്തില്ലെന്ന് എല്ലാം മുമ്പേ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. പക്ഷെ എന്നാൽ എനിക്കൊന്നും സീനില്ല. എനിക്ക് ഈ നരകത്തിൽ നിന്ന് 3 മാസത്തിനുള്ളിൽ രക്ഷപ്പെടാൻ പറ്റും. അത് തന്നെ മതി എനിക്ക്. എന്നിന് ഇവനും പറയുമ്പോഴാണ് പെട്ടെന്ന് കൂട്ടുകാരന് ഒരു ഐഡിയ കിട്ടും. ഡടാ നീ ഇത് ആലോചിച്ച് നോക്കിയോ, ഈ 3 മാസം ദൈവം നിനക്ക് തന്ന ചാൻസ് ആണെങ്കിലോ ഇപ്പൊ അവള് മരിക്കുവാണ് ഇന്നോ നാളെയോ മരിക്കായിരുന്നു. പക്ഷെ ദൈവം നിനക്ക് 3 മാസം തന്നിട്ടുണ്ട്. ഒരു ഈ 3 മാസത്തിൽ അവളുടെ മനസ്സ് മാറ്റി അവളുടെ പൈസയും കമ്മലെല്ലാം നിന്റെ പേരിലാക്കാൻ സാധിച്ചാലോ അതിനുള്ള സമയാളിയാ ദൈവം നിനക്ക് തന്നെ. ഏതിനെ കൂട്ടുകാരനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇൻവും ഒന്ന് പോടെ ഇറക്ക. അത്രയ്ക്ക് മോശക്കാരനായിട്ടാണോ നീ എന്നെ കുറിച്ച് വിചാരിക്കുന്നത്? പണത്തിന് വേണ്ടി ഈ 3 മാസം അവളോട് സ്നേഹമുള്ള പോലെ ഞാൻ ആക്ട് ചെയ്യണോ? എന്നെ കൊണ്ട് തന്നെ കിട്ടത്തില്ല. ഏതിന് അവനും ദേഷ്യപ്പെടുമ്പോഴാണ് അടുത്ത സെക്കൻഡ് ഇൻവോണെ ചിരിച്ചോണ്ട് അവളുടെ കൺമുമ്പിൽ ചെന്ന് നിൽക്കും. കാരണം കൂട്ടുകാരൻ പറഞ്ഞ ഐഡിയ അവന് നല്ലോണം ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് 3 മാസം കൊണ്ട് അവന്റെ സ്നേഹം എല്ലാം കാണിച്ച് അഗ്രിമെന്റ് എങ്ങനെയൊക്കെ പിൻവലിക്കണം. ഹണി ഇത് നമ്മളുടെ വെഡിങ് ആനിവേഴ്സറിയാ, അത് നീ മറന്നുപോയോ? എല്ലാ വർഷവും ഞാൻ ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ നീ അതിന് സമ്മതിച്ചിട്ടില്ല. ഈ തവണയെങ്കിലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. ഹാപ്പി ആനിവേഴ്സറി മൈ ഡിയർ. ഏതിന് അവന് ഫ്ലവേഴ്സ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ അവൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതേസമയം ഇവരുടെ ഫാമിലി ബ്രോക്കർ ഗ്രേസ് ആണ് അന്ന് അവളുടെ ഭർത്താവിനോട് കുറെ പാര വെച്ചതിന് അവർ തമ്മിൽ അടിയായും ചോദിക്കും. അപ്പോഴാണ് ഇവരുടെ കൂടെയുള്ള സ്റ്റാഫും അവർ തമ്മിൽ അടിയല്ല ഇപ്പൊ കുറേയും കൂടെ ക്ലോസ് ആയി എന്ന് പറയും. പക്ഷെ സത്യത്തിൽ ഇതെല്ലാം നമ്മുടെ ഇൻവോർഡ് ആക്ടിങ് അവളുടെ പൈസയെല്ലാം കൈക്കലാക്കാൻ വേണ്ടി. അങ്ങനെ അവൻ ഇനി തൊട്ട് നമ്മൾ ഒരുമിച്ചായിരിക്കും ആഹാരം കഴിക്കാൻ പോകുന്നതെന്ന് അവളുടെ അടുത്തേക്ക് ചെന്നിരിക്കും. അങ്ങനെ കമ്പനി വെച്ച് ഇവൾക്ക് ചുമ വരുമ്പോഴാണ് പെട്ടെന്ന് ഇവൻ അടുത്തേക്ക് ചെന്നിട്ട് ആരെങ്കിലും ആംബുലൻസിന് വിളിയെന്ന് പറഞ്ഞ് അവന്റെ സ്നേഹം പ്രകടിപ്പിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവൾ ഷോക്കായിട്ട് ചുമച്ചതിനാണോ നീ ആംബുലൻസ് വിളിച്ചതെന്ന് അവൾ അവനോട് ദേഷ്യപ്പെടും. അങ്ങനെ ഇവൻ അവളോട് സ്നേഹത്തിൽ ബിഹേവ് ചെയ്യുന്നുണ്ട് എല്ലാരും കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് അവളുടെ അനിയന് പിടിയിട്ടും അവൻ നല്ലോണം ആക്ട് ചെയ്ത് അവളെ കൈക്കലാക്കാൻ നോക്കുവാന്ന്. അങ്ങനെ വർക്ക് കഴിഞ്ഞ് ഇവളും പുറത്തേക്ക് നിൽക്കുമ്പോഴാണ് ഈ തണുപ്പത്ത് ഇങ്ങനെ ഇരുന്ന പനി ഇടിക്കുമെന്ന് പറഞ്ഞ് അവന്റെ കോട്ടൊക്കെ ഊരി കൊടുത്ത് കെയർ ചെയ്യും. ഇത് കണ്ട് അവളുടെ സെക്രട്ടറിക്കാണ് ഒട്ടും തന്നെ സഹിക്കത്തില്ല. അങ്ങനെ അവന് സ്നേഹത്തോടെ അവളെ കെയർ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് സെക്രട്ടറിയും വേണേ തണുക്കുന്നതിന് ആംബുലൻസ് വിളിക്കട്ടെ എന്ന് അവൾ ഇവനെ കളിയാക്കും. അതോടെ ഇൻവും ആംബുലൻസ് അല്ല പെട്ടെന്ന് ഡ്രൈവറിന് വരാൻ പറഞ്ഞാൽ മതിയെന്ന് അവന്റെ സ്നേഹം കാണിക്കുമെന്ന് പറഞ്ഞ് കുറെ ഓവർ ആക്ട് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവസാന സെക്രട്ടറിയും ഇതിനും ഭേദം ഇവർ തമ്മിൽ അടി കൂടുന്നതാന്ന് അവള് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ഹെയിന് മനസ്സിലായി ഇവൻ കുറച്ച് ഓവർ ആക്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെ അതുകൊണ്ട് ഈ ഡ്രാമയൊക്കെ ഇതോടെ നിർത്തിക്കുമെന്ന് അവനെ വാൺ ചെയ്യുമ്പോഴാണ് അവനാണ് തിരിച്ച് അവളോട് പറയും ഈ ഡ്രാമ കാണിക്കുന്ന എന്തോന്നുമല്ല അവൻ അറിയത്തില്ലെന്ന്. അപ്പോഴാണ് അവളും അവൻ ഇങ്ങനെ സംസാരിക്കുന്ന ഡ്രാമ കാണിക്കുന്നതിന് അർത്ഥം എന്ന് പറഞ്ഞ് അവനെ മിണ്ടാതാക്കും. അതേസമയം ഇവിടെ ഇൻവോന്റെ ചേച്ചിയും സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറൊക്കെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ വന്ന ആന്റീസൊക്കെ ആ ഗ്രാമത്തിലുള്ള പയ്യന്മാരൊക്കെ ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവര് മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യം പറയുമ്പോഴാണ് ഇവിടെ ചേച്ചിക്ക് പിടികിട്ടി ഇനി ഇൻവു ഇതേപോലെ ഡിവോഴ്സ് ചെയ്ത നാട്ടാറുടെ ഫ്രണ്ട് മൊത്തത്തിൽ നാണം കിടുമെന്ന്. അതുകൊണ്ട് അവരും കുറച്ച് ദേഷ്യത്തിരിക്കുമ്പോഴാണ് അവരും പെട്ടെന്ന് ചേച്ചിയുടെ നേർക്ക് അങ്ങ് തിരിയും. പിന്നെ നിന്റെ അനിയൻ സന്തോഷത്തോടാണ് ജീവിക്കുന്നത്. കാരണം നമ്മളെ പോലെ പാവപ്പെട്ടവരൊക്കെ റിച്ച് ആയിട്ട് ഫാമിലി പോകുമ്പോൾ കുറെ പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ വരും. ഇനി അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏതെങ്കിലും ഇവരൊക്കെ ചോദിക്കുമ്പോഴാണ് ചേച്ചിയും പെട്ടെന്ന് ദേഷ്യത്തി അവ സന്തോഷമായിട്ട് അവിടെ ജീവിക്കുന്നതെന്ന് ഇവരോടൊക്കെ ചൂടാകും. അങ്ങനെ അതിനുശേഷം അവൻ എന്തിനാ വെറുതെ ഡിവോഴ്സ് ചെയ്ത് നാണം കെടുത്തുന്നതെന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മയൊഴിച്ച് ബാക്കി എല്ലാരും കൂടെ ഇൻവോർഡ് ഡിവോഴ്സ് കാരണം ഈ ഗ്രാമത്തിൽ അവർ നാണം കെടുന്ന് പറയും. അപ്പോഴാണ് അമ്മയും അവരെല്ലാം മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് മറ്റുള്ളവർ പറയുന്നേക്കാളും സ്വന്തം മകന്റെ സന്തോഷാദ്യം നോക്കുന്ന അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതേസമയം ഇവരൊക്കെ ഫാമിലി ഡിന്നർ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് സ്വന്തം മക്കളോട് തന്നെ അവർക്ക് നല്ല എതിർപ്പ. അങ്ങനെ ഹെയിന്റെ അമ്മയും അവരുടെ കുറച്ച് സ്ഥലത്ത് ഇവളുടെ കമ്പനി പണിഞ്ഞേക്കുന്നതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവര് നാളെ കോടതിയിൽ ചെന്ന് കേസ് ഫയൽ ചെയ്യുന്ന പറയുമ്പോഴാണ് അവളാണെ പെട്ടെന്ന് ദേഷ്യപ്പെടും. കാരണം ഇവരുടെ കുറച്ച് വസ്തു മാത്രമേ അവൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവൾ അനുവാദം വാങ്ങിച്ചിട്ട് അന്നത് പണിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ വിഷയം മാറ്റുന്നെന്ന് പറഞ്ഞ് അവൾ അമ്മയോട് ചൂടാകുമ്പോഴാണ് അമ്മയാണ് ഇവളോടുള്ള ദേഷ്യത്തിൽ എന്തായാലും ഇവള് പണിഞ്ഞ പുതിയ ബിൽഡിങ് അവരുടെ വസ്തുവില്ലാന്ന് പറയും. അപ്പോഴാണ് അവളും അതിനർത്ഥം ഇവള് പണിഞ്ഞ പുതിയ ബിൽഡിങ് ഇടിച്ചു കളയാനാണ് അമ്മയുടെ പ്ലാൻ എന്ന് അവളുടെ അമ്മയോട് ചോദിക്കുമ്പോഴാണ് അച്ഛനാണ് ഇടക്കേറി നാളെ തന്നെ ഇവളുടെ ബിൽഡിംഗ് അളന്ന് ഇവൾ അമ്മയുടെ എത്ര വസ്തുവാ യൂസ് ചെയ്തെന്ന് ഇൻവിനോട് കണക്ക് നോക്കാൻ വേണ്ടി പറയും. അതോടെ ഇവളാണ് നല്ല ദേഷ്യത്തി നിങ്ങളൊക്കെ തന്നെ പേടിപ്പിക്കാൻ നോക്കുവാണെന്ന് അവൾ ഇവരോട് ദേഷ്യപ്പെടുമ്പോഴാണ് അവളുടെ അമ്മയെ തിരിച്ച് സംസാരിക്കാൻ വേണ്ടി വരും. പക്ഷെ അതിനുമ്പേ തന്നെ ഇവരെ തടഞ്ഞിട്ട് ഇൻവു ഇടക്കേറി സംസാരിക്കും. നിങ്ങൾ കേസ് ഫയൽ റെഡി ആണെങ്കിൽ എങ്കിൽ പിന്നെ ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർത്തോ, ഈ കാര്യമൊക്കെ എന്തായാലും മീഡിയ അറിയും. അങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ സ്റ്റോക്കിന്റെ പ്രൈസ് എല്ലാം നല്ല രീതിക്ക് അങ്ങ് കുറയും. അതുകൊണ്ട് ഈ കാര്യം ആദ്യം അപ്പൂവിനോട് പറയണം എന്നിന് അവനും പറഞ്ഞിട്ട് ഏയിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവിടെ അവളുടെ അമ്മയ്ക്കാണ് നല്ല രീതിയിൽ ദേഷ്യം വരും. ഇവര് സംസാരിക്കാൻ പോകുമ്പോൾ ഇടക്കേറി അവൻ സംസാരിച്ചതിന് അതിനെ ശിവൻ അവളെ വിളിച്ചോണ്ട് റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളിപ്പോ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അവർക്ക് ഇവളുടെ അസുഖത്തിനെ കുറിച്ച് അറിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് അവളെ സമാധാനപ്പെടാൻ പറയും. കാരണം ഇവൾക്കിപ്പോ ഇങ്ങനെ ധൈര്യമൊക്കെ വരാൻ കാരണം അവൾ മരിക്കാൻ പോകുന്ന അറിഞ്ഞിട്ടാ. അതുകൊണ്ട് അവനും എപ്പോഴത്തെ പോലെ സൈലന്റ് ആയിട്ടിരിക്കാൻ പറയുമ്പോഴാണ് അവൾ അതൊക്കെ കേട്ട് സമ്മതിച്ചിട്ട് ഇവനോട് ചോദിക്കും. പെട്ടെന്ന് അങ്ങനെ ധൈര്യത്തോടെ ഇവൻ അവളുടെ അമ്മയും വെട്ടിച്ചോണ്ട് ഇടക്കേറി സംസാരിച്ചെന്ന്. അങ്ങനെ അതും പറഞ്ഞ അവള് മരിക്കാൻ പോകുന്നുണ്ട് ഇത്രയും ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനേശം അവനും അവന്റെ കൂട്ടുകാരനോട് ഈ കാര്യം ഷെയർ ചെയ്യും. എന്റെ ആളിയെ നീ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തു നോക്കി. അവൾക്ക് ഫുള്ള് സംശയം എന്നോട്. ഞാൻ സ്നേഹത്തോടെ എന്ത് കാണിച്ചാലും അവൾക്ക് അപ്പ തന്നെ പിടിയിട്ടും അതെല്ലാം എന്റെ ഉടായ്പാന്ന്. അവളൊന്നും വിശ്വസിക്കത്തില്ലടാ ഞാൻ അവളിപ്പം പ്രണയിക്കാന്ന് പറഞ്ഞ. എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരനും ഓ അതൊക്കെ നിന്റെ വെറും തോന്നല. നിങ്ങൾ പണ്ട് പ്രണയിച്ചല്ലേ കല്യാണം കഴിച്ച. അവൾ ഹെലികോപ്റ്ററിലൊക്കെ നിന്റെ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങുന്നതും എന്തൊക്കെയായാലും നിങ്ങളുടെ ലവ് ആ ലവ് ഒക്കെ ഒന്നും നഷ്ടപ്പെടത്തില്ല. നീ വീണ്ടും സ്നേഹത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ മതി. അവളൊരു പോയിന്റ് നിന്നെ വിശ്വസിച്ചു സത്യത്തിൽ നിനക്ക് അവളോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേപോലെ ആ രണ്ടാമമാര് ഇവനെ ഫോളോ ചെയ്ത് അവിടെ തന്നെ കാണും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.